ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം. ജൂലൈ 20 പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് വെടിയേറ്റെന്നാരോപിക്കുന്ന സാഹിൽ ലോച്ചാബിന് നീതി വേണം എന്നാണ് ആവശ്യം. അതേസമയം രാജസ്ഥാനിൽ സർക്കാർ സ്കൂളുകൾ പരിശോധിക്കാനെത്തിയ CJP സംഘത്തിന് നേരെയും ആക്രമണം നടന്നു. നേതാക്കൾക്കും പ്രവർത്തകർക്കും മർദ്ദനമേറ്റു. വാഹനങ്ങൾ തകർത്തു എന്നാണ് അവരുടെ ആരോപണം. ഇരുവശത്തും ആരോപണങ്ങളുണ്ട്, പ്രത്യാരോപണങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ വീഴ്ചകൾ, പരീക്ഷാ ക്രമക്കേടുകൾ, സർക്കാർ സ്കൂളുകളുടെ ശോച്യാവസ്ഥ, ഇതെല്ലാം രാജ്യത്തെ യുവാക്കളെയും സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. CJP ഈ വിഷയങ്ങളെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അതോ വെറും രാഷ്ട്രീയ പ്രകടനമായി ഇതൊക്കെ മാറുകയാണ്? രാഹുൽ ഗാന്ധിയുടെ പോലീസ് സ്റ്റേഷൻ ധർണ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. പെല്ലറ്റ് വെടിയേറ്റെന്ന ആരോപണവുമായി എത്തിയ യുവാവിനൊപ്പം രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ആണ് ആവശ്യപ്പെടുന്നത്. അതാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ഇത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമായ ഒരു ഇടപെടലല്ലേ? അതോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കം മാത്രമാണ്? വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെട്ട് നീതി ഉറപ്പാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? രാഹുൽ ഗാന്ധി അതിനാണോ ശ്രമിക്കുന്നത്? അതോ ഓരോ പ്രതിഷേധത്തെയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം മാത്രമാണോ? രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ആത്മാർത്ഥമായൊരു പോരാട്ടമാണോ? അതോ രാഷ്ട്രീയ നാടകത്തിൻ്റെ മറ്റൊരു അധ്യായമാണോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. വളരെ സുപ്രധാനമായ ഒരു പ്രതിഷേധത്തിനാണ് രാഹുൽ ഗാന്ധി ഇന്ന് എത്തിയിരിക്കുന്നത്. പെല്ലറ്റ് ഗണ്ണുകൾ കൊണ്ട് വെടിയേറ്റു എന്ന ആരോപണമുള്ള, അല്ലെങ്കിൽ അങ്ങനെ വെടിയേൽക്കുകയും പിന്നീട് ചികിത്സയൊക്കെ ചെയ്യുകയും കാഴ്ചയ്ക്ക് വരെ പ്രശ്നം സംഭവിക്കുകയും ചെയ്ത സാഹിൽ ലോച്സാവ് എന്ന യുവാവിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരിക്കുന്നത്. ജൂലൈ 20 രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തുന്നത്. ജൂലൈ 20 നടന്ന ഒരു പ്രതിഷേധത്തിൽ, അല്ലെങ്കിൽ അന്ന് CJP നടത്തിയ പ്രതിഷേധത്തിലാണ് ഈ ഫയറിംഗ് ഉണ്ടായത്. അങ്ങനെയാണ് ലേഡി ഹാർഡ്രിഞ്ച് ആശുപത്രിയിൽ അദ്ദേഹത്തെ, ഈ യുവാവിനെ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്ന് എയിംസിലേക്ക് മാറ്റുന്നു. എയിംസിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. പക്ഷേ ഇപ്പോഴും കാഴ്ച ശരിയായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇതിൽ ഒരു കംപ്ലൈൻറ്റ് വേണം എന്നത്, ഇതിൽ ഒരു FIR വേണം എന്നത് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. ഇതിൽ പരാതി നൽകിയിട്ടും FIR ഇല്ല എന്നതാണ് ഇവിടെ ഒരു പ്രശ്നമായി ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥി പറയുന്നൊരു സുപ്രധാനമായ കാര്യമുണ്ട്. കഴിഞ്ഞ 14 തീയതി പോലീസ് സ്റ്റേഷനിലെത്തി. കൊണോട്ട് പ്ലേസിൽ ആണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ജന്തർ മന്ദറിലെ എല്ലാ കേസുകളും പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി എത്തുന്നു. പക്ഷേ അവിടെ ഈ പ്രശ്നങ്ങൾ കൊണോട്ട് പ്ലേസിലാണെന്ന് പറഞ്ഞ് അയാളെ അങ്ങോട്ടേക്ക് അയക്കുന്നു. വീണ്ടും തിരിച്ചു വരുന്നു, പരാതി വായിക്കുന്നു. പക്ഷേ അത് വായിച്ചതിന് ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്നത് ഇതൊക്കെ നേരിട്ട് മുകളിൽ നിന്ന് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം അവിടുത്തെ ക്രൈംബ്രാഞ്ച് DCPയെ കാണുന്നു. അവിടെയും പരാതി കൊടുക്കുന്നു. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുന്നു. ഏതായാലും ഇവിടെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വരുന്നത്. രാഹുൽ ഗാന്ധി ആ വിഷയം ഏറ്റെടുക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. ഒരു ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് തെരുവിലെത്തി ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ധരണിയിരിക്കുന്ന സംഭവമൊക്കെ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം. എന്നോടൊപ്പം കുഞ്ഞഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ശ്രീ കുഞ്ഞഹമ്മദ് TV ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞഹമ്മദിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ മുഹമ്മദ്, നമസ്കാരം. രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയാണ്. അദ്ദേഹം നല്ല കാര്യമാണ് ചെയ്തത്. ഇവിടെ അവരെ വെടിവെച്ചിട്ടും ഈ പെല്ലറ്റടിച്ചിട്ടും വളരെയധികം പ്രയാസപ്പെടുത്തി ആ സമരം ചെയ്യണ കുട്ടികൾക്കും വേണ്ടി സംസാരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കാര്യമാണെന്നുള്ളതാണ് സാറേ പറയാനുള്ളത്.
ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശരത്ത് ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശരത്ത്, ഈ CJPയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണ് എന്നൊക്കെ കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ ഒരു പരാതി എടുക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരികയാണ്. അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ ഉയർത്തേണ്ടത്, അല്ല ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ ഉയർത്തേണ്ടത് എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. മറ്റൊരു നേതാവും ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടില്ല എന്ന സൂചനകൾ കൂടിയാണ് അവിടെ ലഭിക്കുന്നത്. എന്ത് പറ്റി എന്നാണ് ശ്രീ ശരത്ത് കരുതുന്നത്? ആദ്യം ന്യൂസ് 8 നമുക്ക് തരുന്ന ഓണസമ്മാനമായിട്ടുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നിങ്ങൾ ഇറക്കിയ പാട്ട്. ആണോ? അതേപോലെ തന്നെ ആദ്യമേ തന്നെ ഓണം വരികയാണ്. അതിനുവേണ്ടി ആശംസകൾ എല്ലാവർക്കും, ന്യൂസ് 8 പങ്കെടുക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങളുടെ ന്യൂസ് 8 ഉള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഞാൻ ഓണാശംസകൾ ആദ്യം അങ്ങ് നേരുകയാണ്, നേരത്തെ തന്നെ. ഓക്കെ. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി അവിടെ വന്ന് സമരം ചെയ്തത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി തന്നെ, അനാവശ്യമായിട്ടുള്ള ഒരു സമരത്തിന് വേണ്ടിയല്ലല്ലോ അവർ പങ്കെടുത്തത്. അവർ ന്യായമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വന്നപ്പോൾ അതിനിടയ്ക്കുണ്ടായ ഒരു അത്യാഗ്രഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വരുന്നതും. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോൾ ആ പാർട്ടി ഭരിക്കുമ്പോൾ ഇവര് എതിർ പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരവരെ ഗൗരവത്തിലെടുക്കത്തില്ല, അതിനെ അങ്ങ് തള്ളിക്കളയും. അതിന് പകരമായിട്ടാണ് ഇദ്ദേഹം ഇത് പങ്കെടുത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജീവ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീ രാജീവ്, വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം ആവശ്യമാണ്. പക്ഷേ ഇത് ഇത്തരമൊരു വിഷയം നേരത്തെ എപ്പോഴൊക്കെയോ മുമ്പേ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് വല്ലാതെ വൈകി എന്നൊരു ആക്ഷേപം ഒരു വശത്ത് വരുന്നു. ഇത് ആത്മാർത്ഥതയില്ലാത്ത നാടകമാണ് എന്ന ആക്ഷേപം വരുന്നു. രാജീവ് ഇതിനെങ്ങനെ കാണുന്നു? സാറേ, ഇതിലെ വോട്ട് ചോരി എന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഒരു 3-4 വരെയും കൊണ്ട് സംസാരിച്ചില്ല. അതേമാതിരി ഇതൊക്കെ വെറും പൗത്രമായ കാര്യങ്ങളാണ്. പുള്ളിക്ക് ഒന്നും അറിയത്തില്ല. ഇതിപ്പം 5 റിട്ടയർഡ് ജഡ്ജിമാരെ കൊണ്ട് സുപ്രീം കോടതി അന്വേഷണത്തിന് വെച്ചിരിക്കുന്ന കാര്യം. ഇതൊക്കെ ചുമ്മാ എന്തിനാ നാടകം കളിക്കുന്ന ഇയാൾ? ഇങ്ങനെ നാടകം കളിച്ചിട്ട് എന്തോ കാര്യം? ഇത് അന്ന് നാടകം കളിച്ചില്ല. CJP ഇപ്പം CJP ഇപ്പൊ സമരം ചെയ്ത് ഏതാണ്ടങ്ങ് ലോകത്തെ ഏതാണ്ടങ്ങ് എല്ലാം റെഡിയാക്കി എന്നുള്ള ചിന്തയിൽ ഇപ്പൊ രാജസ്ഥാനിൽ തന്നെ അവരെ കാണിച്ചിട്ടുണ്ട്. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ തന്നെ എത്ര ഓടിട്ട സ്കൂളുകളുണ്ട്? എത്ര സ്കൂളുകളുണ്ട്? ഞാൻ പഠിച്ച സ്കൂൾ, എനിക്ക് 56-57 വയസ്സുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ ഇപ്പോഴും തടിയിലും ഓടിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ കാലക്രമേണ മാറി വരും. അല്ലാതെ CJP ഇതിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് അടി തന്നെ കൊടുക്കേണ്ടതിന്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ മാറണ്ടേ രാജീവ്? ഇത് ഇപ്പൊ കേരളത്തിൽ വലിയൊരു മാറ്റം പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പല സ്കൂളുകളിലും പ്രശ്നങ്ങളുണ്ട്, എന്നാലും കേരളത്തിലെ പല സ്കൂളുകളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഇത് രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കേണ്ട ഒന്നല്ലേ? സാറേ, ഞാനൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ 3.5 കോടി ജനങ്ങളാ. UPയിലൊക്കെ നേരം വിളിക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു മെനഞ്ഞാന്നൊരു TV-യിൽ ഞാൻ UPന്ന് മലയാളീസിന്റെ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. അവർ പറയുന്നത് യോഗി വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിയെടുക്കുക. അല്ല, എളിപിടിയെന്നും നമ്മൾ ദാരിദ്ര്യപ്പെട്ട ഒരു രാജ്യമല്ലയോ? എളിപിടിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നമ്മൾ പൈസ ഉള്ളവരെ വീട്ടിലാ AC കാണുന്നത്. ഇപ്പോഴെന്നുള്ള സാധാരണക്കാരന്റെ വീട്ടുകാരെ AC ആയി ഇവിടെ നമ്മളെ കേരളത്തിൽ. അതേമാതിരി ഇതെല്ലാം മാറ്റം വരും. അതെല്ലാം എടി പിടിയെന്നും പറഞ്ഞിട്ട് മാറി വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് സാറേ. പിന്നെ ഇതൊക്കെ വെറുതെ വരില്ല. നാടകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ സാറ് തന്നെ രാജസ്ഥാനി സ്കൂളുകളിൽ ചെന്ന് യുവമാരി ചെന്ന് വെച്ചിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അവിടെ AC വെക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അമ്മമാർക്ക് അടി തന്നെ കൊടുക്കേണ്ടത്. ഇനി അവന്മാർ കൂടുതൽ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനിറങ്ങി അടി കിട്ടുന്നത് തന്നെ വൈറ്റ് വടക്കേന്ത്യന്ന് അത് തന്നെ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ സാറ് നോക്കിയോ അതിനകത്ത്. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ജയൻ വർക്കലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ജയൻ, ഇവർക്ക് അടി കിട്ടും, ഇത് ചോദിച്ചാൽ അടി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എടുപിടിന്ന് മാറാൻ കഴിയില്ല, ഇത് പതുക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഉണ്ടോ ജയൻ, അങ്ങനെ തോന്നുന്നുണ്ടോ വലിയ ഒരു ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മുടെ രാജ്യത്ത് കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു? മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് ഉണ്ടോ? 65 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ആണ് അവിടെ ഇരിക്കുന്നത്. 65 കൊല്ലം. മോദി എന്ന് വന്നിട്ട് 15 കൊല്ലം അയാളുണ്ട്. UPയിൽ കോൺഗ്രസ് BJP എന്നിട്ട് 10 കൊല്ലം ആവുന്നുണ്ട്. 65 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഒരു ഉണ്ണാകം ചെയ്യാത്ത ഈ കോൺഗ്രസ് ആണ് ഇവിടെ നിന്ന് കുളയ്ക്കുന്ന ഒരു ഉപയോഗം ചെയ്ത് ഇമാരെ കൊണ്ടുപോയിട്ട്. ഇമാരെ മുസ്ലിം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് ഇമാരെ ബംഗ്ലാദേശ് നടന്ന കണക്ക് ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനുള്ള പണിയാണ് ഇമാര് നടത്തിക്കൊണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് അവിടെ മുദ്രാവാക്യം വിളിച്ചതന്നെ അതാണ്. ബംഗ്ലാദേശ് ചെയ്ത് ഇമാരിവിടെ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ബംഗ്ലാദേശ് ചെയ്തൊക്കെ നിങ്ങളുടെ വാർത്തയിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. 65 കൊല്ലം ഭരിച്ചിട്ട് ഒന്നും ചെയ്യത്തില്ല. 65 കൊല്ലം എന്തിനു ചെയ്ത് കോൺഗ്രസ്? ഇന്ത്യയിൽ എന്തിനു ചെയ്തെന്ന് പറയാം. 65 കൊല്ലം ഭരിച്ച് ഇവര് എത്ര എയിംസ് കൊണ്ടുവന്ന് മോദി വന്നതിന് ഇത്ര ഒറ്റ എയിംസാണ് ഈ 65 കൊല്ലം ഭരിച്ച
ഈ കോൺഗ്രസ് കൊണ്ടുവന്നത്? എന്തൊരു ചെയ്തുമാരി ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിലും ചേരുന്നുണ്ട്. ഷിജു എന്നോടൊപ്പം ചേരുന്നു, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി നമസ്കാരം എന്ന് പറയുന്നുണ്ട്. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നു. ജെറാൾഡ് ജെറോം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു കിരിയത്ത്, മനു, ദിസ് ഇസ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഇൻ ഡെമോക്രാറ്റിക് വേ, ഗോദി മീഡിയ കനോട്ട് റീഡ് ഇറ്റ് എന്ന് പറയുന്നു. ഗോപാലകൃഷ്ണ കേശവൻ പിള്ളൈ എന്നോട് പറയുന്നു, ടുഡേ സം ഓഫ് ദം ഗോട്ട് ജസ്റ്റിസ് ഫ്രം ജയ്പൂർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ജെറാൾഡ് ജെറോമിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഈ ചർച്ച ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും പിടിച്ചിട്ടില്ല. ഓക്കെ, CJP നടത്തിയ വിദ്യാർത്ഥി സമരത്തിൽ തീവ്രവാദികൾ കയറിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എന്നാണോ മനു പറയുന്നത് എന്ന് പറയുന്നു. വിജയ് കുമാർ ആണ് എന്നോട് ചോദിക്കുന്നത്, ഈ തീവ്രവാദികൾ കയറി, നമ്മളൊരാൾ തീവ്രവാദികൾ കയറി എന്ന് പറഞ്ഞാൽ ആ തീവ്രവാദി രാജ്യവിരുദ്ധ ശക്തിയാണല്ലോ, ആ തീവ്രവാദിയെ പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിന് കാണിക്കണ്ടേ? അങ്ങനെയെങ്കിൽ ആ തീവ്രവാദി ആര്, ഏത് ബന്ധം എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് അത് ആ തെളിവോട് കൂടി രാജ്യത്തിന് മുന്നിൽ വെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ നാടിനുണ്ട്. അപ്പോൾ തീവ്രവാദി കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കയറിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പറയുന്നത്, അല്ല കാണുന്നവരെല്ലാം തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആ ഒരു രീതിയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അപ്പോൾ സദാശിവൻ നായർ പറയുന്നു, രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടുന്നത് ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറ്റാരോ ചലിപ്പിക്കുന്ന ചരടിൽ തൂങ്ങി കാണിക്കുന്ന കോമാളിത്തരങ്ങളാണ് എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ബോധ്യമില്ല എന്ന് എന്നോട് സദാശിവൻ നായർ പറയുന്നു. മുരളീധരൻ നായർ എന്നോട് ഒപ്പം ചേർന്ന് നമസ്കാരം എന്ന് പറയുന്നു. ശ്രീ മുരളീധരൻ നായരുണ്ട്. രാജീവ് കൊല്ലം വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഒരു പ്രേക്ഷകൻ എന്നോട് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ സദാശിവൻ നായരാണ് രാജീവ് കൊല്ലത്തിന് പിന്തുണ അറിയിക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു, അതിനെ മറികടക്കാൻ അയാൾ നാടകങ്ങൾ നടത്തുന്നു എന്ന് പ്രമോദ് നാണു പറയുന്നു. ഇത് വെറും രാഷ്ട്രീയ നാടകമാണ്, എന്നേ കഴിഞ്ഞ സംഭവമല്ലേ. ഇതിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് കമ്മീഷനെ നിയമിച്ചു. അവർ ജോലി തുടങ്ങുമ്പോഴാണ് ഞാൻ ആരാണെന്ന് കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നു. വലതുപക്ഷ പിന്തിരിപ്പൻ ഭരണം ലോകമെമ്പാടും മനുഷ്യത്വ വിരുദ്ധമാണ് എന്നും അത് BJP ഭരണവും തുടരുന്നു, അതിൽ നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിക്കരുത് എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് യഥാർത്ഥ യൂട്യൂബ് കിട്ടുന്നില്ല, കിട്ടുന്നത് അപരൻ യൂട്യൂബാണ് എന്ന് മുരളീധരൻ നായർ എന്നോട് പറയുന്നത്. അതെന്താണോ യൂട്യൂബിൽ പറ്റിയത്? അപ്പോൾ അതോടൊപ്പം ശ്രീ സദാശിവൻ പറയുന്നു, മനു, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും ജയൻ വർക്കല പറഞ്ഞ കാര്യങ്ങളെ പിന്താങ്ങുന്നു എന്ന് പറയുന്നു. ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേരുന്നു. ജയൻ വർക്കലയും രാജീവ് കൊല്ലത്തെയൊക്കെ അവർ പിന്താങ്ങുന്നുണ്ട്. കിഷോർ കോന്നിയും എന്നോടൊപ്പം ഉണ്ട്. പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. പ്രദീപ് നമസ്കാരം. രാഹുൽ ഗാന്ധി മംഗളം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നരേന്ദ്രമോദി ഈ സമരം പരാജയപ്പെട്ടു. രണ്ടുപേരും വന്ന് കുത്തിയിരുന്നു. സംഗതി ഒരു ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിക്കും. ഞാൻ അതിൻ്റെയൊക്കെ അപ്പുറത്ത്, രാഹുൽ ഗാന്ധിയുടെ അപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരാളെ പെല്ലറ്റിട്ട് വെടിവെച്ചാൽ അയാൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? അപ്പൊ തിരിച്ച് അങ്ങോട്ട് ആക്രമിച്ചത് നിങ്ങളാരും കണ്ടില്ലേ? ഈ യൂട്യൂബിലെ കംപ്ലീറ്റ് അതിന് കേസെടുക്കണം. ഇതിന് കേസെടുക്കണ്ടേ? ഇപ്പൊ അതിന് കേസെടുത്തല്ലോ. അവര് കേസെടുക്കാൻ സമ്മതിക്കില്ല, അതൊക്കെ ഊരി കളയാനാ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് ആക്രമിച്ച സംഭവങ്ങൾക്കെല്ലാം കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ആക്രമിച്ച സംഭവത്തിന് കേസെടുക്കണ്ടേ? കേസെടുക്കണ്ട വെച്ചപ്പോ എവിടെ കേസ് എടുത്തേക്കണേ? കേരളത്തിൽ കേസെടുത്തിട്ടുണ്ടോ? ഇവിടെ തലതല്ലി പൊളിച്ച കേസെടുത്തിട്ടില്ല മറ്റേ ഇതിനകത്ത്. അതെ, അല്ല അത് ഞാൻ രക്ഷാപ്രവർത്തനം അത്രയൊന്നും ഇല്ലാതെ ഇതൊക്കെ അവന്മാർ തന്നെ കല്ലിനെറിഞ്ഞിട്ട് ശരിയാക്കിയാണോ എനിക്ക് സംശയമുണ്ട്. രാഹുൽ ഗാന്ധി അല്ലേ ചുമ്മാ മണ്ടത്തരെല്ലാം കാണിച്ചു വെക്കുകയും ചെയ്യും, ലാസ്റ്റ് പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ, നോക്കിയല്ലേ. ശരി, കൂടി ഒന്ന് ഒരാഴ്ച. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സൂപ്പി, ഇതൊക്കെ അവർ തന്നെ കാണിച്ചതായിരിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ നമ്മളങ്ങ് ഒരു മനുഷ്യന് വെടിയേറ്റ സാഹചര്യമാണ്, അതിനുപോലും ന്യായം ആണ് പറയുന്നത്. എന്താണ് സൂപ്പിക്ക് തോന്നുന്നത്? ഓക്കെ, ഞാൻ സൂപ്പിയിലേക്ക് വരാം. അപ്പോൾ എന്നോടൊപ്പം ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ 20-നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എയിംസ് റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നു, 200 ഷെല്ലുകളാണ് ഇയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത്. 3 കണ്ണിന് സമീപത്തു നിന്നാണ്. ആചാര്യ ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നു. ആചാര്യ ദിവാകരൻ വൈദ്യർ. ആചാര്യ ദിവാകരൻ വൈദ്യർ, ഞാൻ പക്ഷേ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ആകെ നിരാശനാണ്. 200 ഷെല്ലുകൾ ഒരു വിദ്യാർത്ഥിയുടെ കിട്ടുകയാണ്. 3 കണ്ണിന് സമീപത്താണ്. അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അതുപോലെ ഹൃദയത്തിന് തൊട്ടടുത്തു നിന്ന് വരെ ഈ പെല്ലറ്റുകൾ കിട്ടുകയാണ്. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്നു ഇങ്ങനെ പെല്ലറ്റുകൾ വെച്ചിട്ടില്ല എന്ന്. അവർ ഒരു പരാതി എടുക്കുന്നില്ല. ഇതിൽ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്യണമെന്നാണ് ശ്രീ ദിവാകരൻ വൈദ്യർ കരുതുന്നത്? വാദ്യർ, സോറി, ക്ഷമിക്കണം. പറയട്ടെ,
നമസ്കാരം ആദ്യം. നമസ്കാരം. അതെ, ആ ആ വിദ്യാർത്ഥിക്ക് അങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് വളരെ ഖേദമുണ്ട്. പക്ഷെ ഇത് ആ രാഹുലിന്റെ ഒക്കെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ. കാരണം കോൺഗ്രസ് 65 വർഷമായി ഇവിടെ ഭരിച്ചെന്ന് എല്ലാവരും അവകാശപ്പെടണ്ടല്ലോ, അല്ലെങ്കിൽ സത്യവും അതാണല്ലോ. ഈ സമയങ്ങളിലൊന്നും നല്ല രൂപത്തിലുള്ള ഒരു ഭരണം നടത്താതെ ഈ ലോകത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് അനവധി പേര്, ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് പറയണ്ടെങ്കിൽ തന്നെ അടിയന്തരാവസ്ഥയുടെ ആ കരാളകഷ്ടത്തിൽ പെട്ട് ഞെരിഞ്ഞ് ഇട്ടുള്ള ഒരാളാണ്. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് സമരം ചെയ്ത് ആൾക്കാരെയൊക്കെ തല്ലിച്ചതച്ച് അതൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ അറിയണം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോ വെടിവെക്കും. ഇതൊക്കെ ശരിയാണ്. അതിന് കേസെടുക്കണം. അതൊന്നും വേണ്ടെന്ന് ആരും പറയില്ല. കേസെടുക്കണം. പിന്നെ കെണി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള കെണികൾ ഉണ്ടാക്കിയത് അതാണ് രാഹുൽ ചെയ്യുന്നത്. കാരണം ഈ ഭാരതത്തെ യാതൊരു വിധത്തിലും സ്നേഹിക്കാതെ ചേമ്പലയിൽ വെള്ളമൊഴിച്ച പോലെയുള്ള ഒരു അവസ്ഥയിലാണ് അയാളുടെ പ്രവൃത്തികളൊക്കെ. അപ്പൊ അതൊക്കെ മാറ്റി ഒരു രാജ്യസ്നേഹിയായിട്ട് ഈ നാട്ടിന്റെ ഒരു പൗരനായിട്ട് അദ്ദേഹം ജീവിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുമ്പോ അദ്ദേഹത്തിനും ചാൻസുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ കോൺഗ്രസും രക്ഷപ്പെടും. എല്ലാവരും ഇതപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തനം തന്നെ ഈ രാജ്യത്തിന് വേണ്ടാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, വ്യക്തമാണ്. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഏതായാലും അങ്ങേക്ക് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങ് കൃത്യമായി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് വെറും രാഷ്ട്രീയ നാടകമാണെന്ന് എന്നോട് നന്ദകുമാർ പറയുന്നു. മാത്രവുമല്ല, ഞങ്ങളുടെ സംഘികളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല സുഖം എന്ന് ചാണകസംഘി പറയുന്നത്. ഓക്കെ, മനു നമസ്കാരം, അഡ്വാൻസ് ഓണാശംസകൾ എന്ന് എന്നോട് സുനിൽ കുമാർ പറയുന്നു. ഇതൊരു ഫ്ലോപ്പ് ഷോ ആണ് എന്ന് ശ്രീമതി സൗമ്യ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെ പറ്റി പറയുന്നു. ജയകുമാർ എനിക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നുണ്ട്. പങ്കജാക്ഷൻ നായരുടെ ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ജിന്നെ മാത്യു നമ്മുടെ ചർച്ചയൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആര് പറയുന്നതാണ് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കെ ജി കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോട് ഇപ്പം ചേരുന്നു. ശ്രീ കെ ജി കുമാർ, ഇന്ന് രാജസ്ഥാനിൽ വെച്ച് CJPക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഒരാളുടെ കൈ അടിച്ചോടിച്ചു, അവരുടെ വണ്ടി തകർത്തു എന്നൊക്കെയാണ് അവരുടെ പ്രതികരണം. അപ്പോൾ ഈ സ്കൂളുകൾ നോക്കാൻ പോയി എന്നാണ് അവരുടെ നിലപാട്. അങ്ങനെ നോക്കാൻ പോയ ആളുകൾ ഇങ്ങനെ തല്ലുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഇതില്ലേ, ഒരു നീതിന്യായ സംവിധാനം ഇല്ലേ ഈ നാട്ടിൽ? എന്താണ് സംഭവിക്കുന്നത്? അല്ല, അത് അവിടെ ഗ്രാമത്തിലെ ജനങ്ങളല്ലേ ചെയ്തത്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലല്ലോ. അത് പാർട്ടിയല്ല, പാർട്ടിയായതിപ്പോ അവർ BJPക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ അങ്ങ് ഇത് എന്ത് തോന്നുന്നു? ഇത് ശരിയാണോ തെറ്റാണോ? BJP എല്ലാം തന്നെ വിചാരിക്കും. അല്ല, ഇവിടെ സ്കൂളുകളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അത് പരാതിപ്പെടാനും അത് അന്വേഷിക്കാനും ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും സംഘടന ഇതും എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു കുറച്ച് ആളുകൾ പറയുകയാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു പരിസ്ഥിതി ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ അവരെ തല്ലേണ്ട കാര്യമുണ്ടോ? തടയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട, ഇത് രാഷ്ട്രീയമായി നിങ്ങളുടെ പണിയാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പ്രതിഷേധിക്കാം. അവരെ പിടിച്ച് അടിക്കേണ്ട, കൈ ഒടിക്കുക, വണ്ടി ഇതിലേക്ക് ആവശ്യമുണ്ടോ? ആര് ചെയ്താലും. അപ്പൊ BJP ആണെന്ന് ഞാൻ പറയുന്നില്ല, അവരങ്ങനെ ആരോപിക്കുന്നു. ഞാനിങ്ങനെ ഇതില് കണ്ട് ഞാൻ കാണിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കണ്ട് സംഭവം. പക്ഷെ ഇത് ഈ രാഹുൽ ഗാന്ധി ഇതുമായിട്ട് എന്തോ ബന്ധം? CJP ആണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ അവർക്ക് മർദ്ദനമേറ്റു. ആ മർദ്ദനമേറ്റയാൾ പോലീസ് സ്റ്റേഷനിൽ തുടർച്ചയായി പോകുന്നു, കേസ് എടുക്കുന്നില്ല. പെല്ലറ്റ് ഗണ്ണ് വെച്ചാണ് വെടിവെച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും ഒക്കെ പരിശോധന നടത്തിയാണ് ആ കുട്ടി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദയനീയമായ സാഹചര്യത്തിലാണ് ആ കുട്ടിയുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ പരാതി ഈ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് അതാണ് അറിയേണ്ടത്. അല്ല,
ഇത് 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 ഈ ഈ ഈ ഇങ്ങോട്ട് പെട്ടെന്നൊരു സംഘർഷം ഉണ്ടായ സ്ഥലത്ത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസ് പിന്നെ സാധാരണഗതിയിൽ പോലീസ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. അപ്പൊ ഇത് പക്ഷേ എന്തായാലും നമുക്ക് ഈ എയിംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ 200 ഷെല്ലുകളുണ്ട്, 3 കണ്ണിന് സമീപത്താണ്, 1 ഹൃദയത്തിനടുത്ത് നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഡൽഹി പോലീസ് ഇങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇത് പിന്നെ ഇത് പിന്നെ ഇത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഇത് എന്തായാലും കോടതി ഇത് ഇടപെട്ട് ഇതിന്റെ വിചാരണയും കാര്യങ്ങളും എല്ലാം തുടക്കം കുറിച്ചിരിക്കുവാണല്ലോ. ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇപ്പൊ ഹൈപ്പവർ കമ്മിറ്റി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഹൈപ്പവർ കമ്മിറ്റി ഈ അലിഗേഷൻസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ വാസ്തവങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു രംഗത്തും ഈ പിന്നെ അതായത് ഈ ചിത്രത്തിലില്ലാത്ത ഒരവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി പോകുമ്പോൾ ചിത്രത്തിൽ എങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും കാര്യത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഭരണം നടത്തുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും പരിഹാരം കാണാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു പിന്നെ ഇത് ഉണ്ട്. പുള്ളി അതല്ല ചെയ്യുന്നത്. വെറുതെ ഒരുമാതിരി പുള്ളിയുടെ എല്ലാ പ്രകടനവും കുത്തിയിരിപ്പും സത്യാഗ്രഹവും ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു KSU പിള്ളേരുടെ ഒരു ഇതുപോലെയാണ് സാധാരണ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനല്ല വേണ്ടത്. ഇപ്പൊ നാളെ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് മെജോറിറ്റി കിട്ടുന്നതെങ്കിൽ കോൺഗ്രസ് ഭരിക്കണം. പക്ഷേ ഈ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ തലയെടുപ്പും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള ഒരു നേതാവിനെ കോൺഗ്രസ് കണ്ടുപിടിച്ചിട്ട് വേണം ഇത്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണെന്നുണ്ടെങ്കിലും ഈ രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയും കൂടി കൂടുതൽ പിന്നെ പരിഹാസ്യരാവുന്ന ഒരു രീതിയിലേക്കാണ്. വ്യക്തമാണ് അങ്ങയുടെ പ്രതികരണം, കൃത്യമാണ്. ഓക്കെ, അപ്പോൾ സന്തോഷ് പരിപ്പായി എനിക്ക് പിന്നെ അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നുണ്ട്. ന്യൂസ് 18നും അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നുണ്ട്. മുരളി 3675 എന്നോടൊപ്പം ചേരുന്നു. അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം പൊതുവേദി സുഹൃത്തുക്കൾക്ക് ശ്രീ സുനിൽകുമാർ ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം എന്ന് പറയുന്നു. അനന്തു പ്രസാദ് രാജ്യത്തിൻ്റെ നിയമമുണ്ടല്ലോ, അതുവഴി മൂവ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുക, പൊതുമുതൽ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. അത് ശരിയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു രീതിയാണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താൽ പരാതി സ്വീകരിക്കണം. അപ്പോൾ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ സ്വർണ്ണലത മനുവിന് ഓണാശംസകൾ എന്ന് പറയുന്നു. ശ്രീമതി സ്വർണ്ണലതയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഞാനും ഓണാശംസകൾ അങ്ങോട്ട് നേരുകയാണ്. ശ്രീമതി ശാന്തകുമാരി ഉണ്ട്. രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവല്ല, ഒരു സാധാരണ കോൺഗ്രസ് നേതാവ് പോലും നടന്നാൽ കോൺഗ്രസിൻ്റെ അധപ്പതനം തന്നെയായിരിക്കും. അത് കോൺഗ്രസ് അനുഭാവിയായ എൻ്റെ അഭിപ്രായം. അപ്പം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല, ഒരു സാധാരണക്കാരനെ പോലെ നടക്കുന്നു എന്നാണ് ശ്രീമതി ശാന്തകുമാരിയുടെ ഒരു ആക്ഷേപം. ഒരാൾക്ക് നേരിട്ട് വിഷയം ചോദിച്ചപ്പോൾ അത് നാടകം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതെ, നാടകം എന്ന് പറയുന്നത് ശരിയല്ല. അതായത് രാഹുൽ ഗാന്ധി മറ്റൊരാൾക്ക് വേണ്ടി അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നാടകം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അപ്പോൾ മഹേഷ് എന്നോട് ചോദിക്കുന്നു, ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഉടനെ 60 വർഷം ഭരിച്ച കോൺഗ്രസിൻ്റെ തലയിലാണോ ഇടേണ്ടത് എന്ന് ചോദിക്കുന്നു. ഫോർ സംഗി ദിസ് ഈസ് ഡ്രാമ ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേ സ്ട്രഗിൾ എന്ന് ഷിജു പരിഹസിക്കുന്നു. ഇവർ വിദേശികളാണ്, നാടിനാപത്താണ് എന്നൊക്കെയുള്ള പ്രതികരണമാണ് അവിടെ വരുന്നത്. ഏതായാലും ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമായതുകൊണ്ട് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പം എന്നോട് ശ്രീമതി സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ സതി ബാബുരാജ് എനിക്ക് ഓണാശംസകളൊക്കെ നേരുന്നുണ്ട്. ഞാൻ സതി ബാബുരാജിനും ഓണാശംസകൾ നേരുന്നു. മാത്രമല്ല അവർ ചില കേന്ദ്രങ്ങൾ പാവപ്പെട്ട ആളുകൾക്കും മനുഷ്യർക്കൊക്കെ വേണ്ടി നടത്തുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ എൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. സതി ബാബുരാജ് എന്നോട് പറയുന്നു, ഫോർ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഐ ഡിഡ് നോട്ട് സീ ദിസ് പ്രോഗ്രാം ബിക്കോസ് ബിസി ഫോർ അമ്പാടി, വാനപ്രസ്ഥം, പകൽവീട് ആൻഡ് മാതൃസദനം.
അവിടെയൊക്കെ ഓണാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ പൊതുവേദിയിൽ വരാൻ കഴിയും. അപ്പോൾ കുറച്ച് ദിവസം ഞാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സതി ബാബുരാജിനെ ഇല്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. ഏതായാലും ഞാൻ വന്നപ്പോൾ സതി ബാബുരാജും ഇവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ VC തോമസ് പറയുന്നു, വിദ്യാർത്ഥികളെ ആക്രമിച്ച കൂട്ടത്തിൽ പോലീസുകാർക്കൊപ്പം BJP ഗുണ്ടകളും മുഖം മറച്ച് വടിയുമായി നിൽക്കുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടു. അവിടെ നടന്നത് പോലീസ് അതിക്രമം മാത്രമല്ല എന്ന് പറയുന്നു. FIR രജിസ്ട്രേഷൻ എന്നത് ഒരു 10 മിനിറ്റിൻ്റെ പ്രോസസ്സ് മാത്രമാണെന്ന് ജെറാൾഡ് ജെറോം എന്നോട് പറയുന്നു. കേരളത്തിൻ്റെ ചാനലുകാരൻ്റെ തട്ടിപ്പുകൾ ചർച്ചയില്ലേ എന്ന് ചോദിക്കുന്നു. പ്രമോദ് നാണു, നമ്മളതൊക്കെ ചർച്ച ചെയ്താണ്. നമുക്ക് ചർച്ച ചെയ്യാത്ത ഒരു വിഷയമില്ല. പൊതുവേദിയിൽ ആളുകൾ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അനീഴം ഓണാശംസകളാണ് കേട്ടോ. SKC സൗമ്യ എന്നോട് പറയുക. അപ്പോൾ ദിസ് പോലീസ് SOP ടു കൺട്രോൾ ക്രൗഡ്, ഈവൻ സുപ്രീം കോർട്ട് സേസ് ഇറ്റ് ഇസ് എൻ എക്സെപ്ഷണൽ കേസ്, റെഗുലേഷൻ പെർമിറ്റ്സ് ദ യൂസ് ഓഫ് പില്ലറ്റ് ഗൺസ്. അതൊക്കെ വലിയ കലാപങ്ങൾ, വർഗീയ ലഹളകളൊക്കെ അടിച്ചമർത്താനാണ്. വിദ്യാർത്ഥി സമരത്തിന് നേരെ പില്ലറ്റ് ഗൺ ഉപയോഗിക്കുന്ന ഒരു SOP ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഡൊണാൾഡ്. അങ്ങനെ ഇല്ലെന്നാണ് ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. സുഗുണൻ ചേർത്തലയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ സുഗുണൻ, ഹലോ, നമസ്കാരം. നമസ്തേ. നമസ്തേ. നമസ്കാരം. നമസ്തേ. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം സുഗുണന് കാണുമ്പോൾ എന്തു തോന്നുന്നു? അത് ഒരു ജനകീയ ഇടപെടലായി തോന്നുന്നോ, രാഷ്ട്രീയ നാടകമായി തോന്നുന്നു? ഒരിക്കലും ഇല്ല സാറേ. ഇതൊക്കെ വെറുതെ എന്തൊരു മനുഷ്യനാണ് ഇവർ ഈ ആംഗ്ലയും മങ്ങും കൂടി കാണിച്ചു കൂട്ടുന്നത്. ഈ പുള്ളി ഒരു പ്രതിപക്ഷ നേതാവല്ലേ പാർലമെന്റില്. പുള്ളിക്ക് ചേർന്ന രീതിയിലുള്ള സമരത്തിനൊക്കെ ഇറങ്ങണ്ടേ? ഇത് ഈ പിള്ളേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേരോടെ കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അന്നേ ആ കുറെ ലാത്തി ചാർജ് ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്തില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്നായിരുന്നു ആ പാർലമെന്റിലേക്ക് വന്നുള്ള തല്ലിപ്പൊളിക്കലായിരുന്നു. ഇതൊക്കെ ഇവൻ വേറെ എന്തോ അയൽ രാജ്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഇതെന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇതാണ് ഒരു പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. ഈ ഒരാളുടെ വിഷയത്തിന് ഒരു സമരത്തിനിറങ്ങുമ്പോൾ വെടിവെപ്പുണ്ടാവും, ചാവും, ഇതെല്ലാം ഉണ്ടെന്നേ. ഇതിനിപ്പോ ഇവര് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തില്ലേ, കോടതി പോകണ്ടേ ഇവരുടെ പറ്റല്ലേ സുപ്രീം കോടതി? ഈ കോടതി ബന്ധപ്പെട്ട് അന്വേഷണം വരെ വെച്ചിട്ടുണ്ടല്ലോ. ഇത് എന്തൊരു നാശമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇത് എനിക്കാണ് അംഗീകരിക്കാൻ ഒക്കുന്നില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ അജിത്ത് കൂടി എന്നോടൊപ്പം ഉണ്ട് കോഴിക്കോട്. അജിത്തിന് എന്ത് തോന്നുന്നു? അജിത്ത്, നമസ്തേ സാർ. നമസ്കാരം. ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിമാരെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റിയതിലൊക്കെ നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. അതിനു വേണ്ടി നമ്മൾ കോടതികളുണ്ട്, എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു വലിയ ഉന്നത വ്യക്തിയല്ലേ. ഇദ്ദേഹത്തിനൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ റോഡിലൊക്കെ വന്നിരുന്ന് മറ്റുള്ളവരെ അവഹേളിക്കുന്നതിന് പകരം സ്വന്തം എന്താ പറയാ നാണക്കേടാകുന്ന ഒരു, അതായത് പാർട്ടിക്കാരനായ ഞങ്ങൾക്ക് പോലും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഇവരൊക്കെ വലിയ ഉന്നത സ്ഥാനത്തിരുന്ന് പൊതുജനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുകയാണ്. മറ്റുള്ളവരെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിക്കുന്നത് കോൺഗ്രസ് അനുഭാവിയാണ് അല്ലേ? അതെ, പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്താണ് നേതാവ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. രാജൻ കൂടി എന്നോടൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. രാജൻ, നമസ്കാരം. മനു, നമസ്കാരം. ഞാൻ ഇത് കുറെ നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സംസാരവും മനുവിന്റെ മറ്റേ ഇയാളുടെ കേട്ടോ. ഞാൻ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പിന്നെ കർണാടക ഫോറസ്റ്റിൽ ഒരു 3 പാവപ്പെട്ട ജനങ്ങൾ വെടിയേറ്റ് മരിച്ചിരുന്നു. അന്ന് എന്താ ആങ്ങളെയും പെങ്ങളും അങ്ങോട്ട് പോവായിരുന്നേ? അവരല്ലേ അവിടെ ഭരിക്കുന്നേ? അത് വേണ്ട. നമ്മുടെ കേരളത്തില് ഞാൻ പ്രതിനിധീകരിക്കുന്ന ആ മണ്ഡലത്തില് പിന്നെ വയനാട്ടില് 8 പേര് മരിച്ചിട്ട് ഈ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നുള്ള ഒന്ന് അന്വേഷിക്കണം. 1 മാസം കഴിഞ്ഞാ വന്നത്. പിന്നെ അടിയന്തരാവസ്ഥയെ പറ്റി മനുവിന് നല്ലോണം അറിയുമോ? ഞാനത് കടന്നു പോകുന്ന ഒരു വ്യക്തിയാ. അന്ന് നടന്നതും ഈ രാജ്യത്ത് എന്താ നടന്നതെന്നും എത്ര പേരെ കൊന്നെന്നുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം ബീഹാറിൽ നടന്ന സംഭവം എന്താണെന്നറിയാവോ? 31 പേരെ മോഷണത്തിന്റെ പേരില് കണ്ണു കുത്തി പൊട്ടിച്ചു. അതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത ദിവസം കൂടെ അതിനെപ്പറ്റി വായിച്ചതാണ്. അതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയും മറ്റും ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് കുടുംബാസൂത്രണം നടത്തിയ ചരിത്രം അറിയുമോ? 100 സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ, ഇല്ലെന്നേ ഉള്ളൂ. ഹാർട്ട് പേഷ്യന്റ് ആണ്. ഞാൻ കിടപ്പിലാണ്. കഷ്ടിച്ചേ പുറത്തിറങ്ങി നടക്കാറുള്ളൂ. പുറത്തിറങ്ങരുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു വേദനയുണ്ട് ഈ കേൾക്കുമ്പോഴും. എന്റെ അഭിപ്രായത്തിൽ ഒറ്റ ഒരു അഭിപ്രായം വരട്ടെ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ, ഹലോ കേൾക്കുന്നു, രാഹുൽ ഗാന്ധിയെ എന്റെ അഭിപ്രായത്തില് ഈ BJP-ക്കാര് ഭരണമൊക്കെ ഒഴിഞ്ഞിട്ട് മൂപ്പരെ ഒന്ന് പ്രധാനമന്ത്രിയാക്കണം. എങ്കിൽ ഈ നാട് ശക്തമാവും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്യമ്മ വെടിയേറ്റ് മരിച്ചു. ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പിന്നെ പടക്കം പൊട്ടി മരിച്ചു. ഇനി ഈ മനുഷ്യനും കൂടി ആരെങ്കിലും വെടിവെച്ച് കൊന്നോളും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ശല്യം ഒന്ന് ഒഴിവായി കിട്ടും. അങ്ങനെ അതിന്റെ പ്രതിപക്ഷ അങ്ങിപ്പോ ഒരു ഞാൻ അത് തർക്കിക്കാത്ത അങ്ങ് സുഖമില്ലാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മളൊരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയാമോ ശ്രീരാജൻ? നമ്മൾ ഒരു ജനകീയമായ ജനാധിപത്യപരമായ ഒരു നിലപാട് വേണ്ടേ നമുക്ക്? അദ്ദേഹത്തിന് പറയാനുള്ളൂ പറയട്ടെ. ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ, വിലയിരുത്തട്ടെ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രയോഗം അങ്ങയുടെ തിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്, പിൻവലിക്കണം. ശരി, വ്യക്തമാണ്. അപ്പോൾ അത് അംഗീകരിക്കാവുന്ന ഒരു പ്രയോഗമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ പാർട്ടികൾക്കും അവരുടെ നേതൃത്വമുണ്ട്, അവർക്ക് അവരുടെ പ്രതിഷേധങ്ങൾ വരാം. ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊക്കെ ഉണ്ടാകും. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഈ പ്രശ്നം ഞാൻ ഇന്ന് കണ്ടു, പെല്ലറ്റുകാരനെയും കൂട്ടിയും കൊണ്ട് ഈ ചങ്ങായി വരുന്നത്. ഹലോ, കേൾക്കുന്നു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഒരു ഹൈ സെക്യൂരിറ്റി സോണിലാണ് ഇവർ കടന്നു ചെന്നിരിക്കുന്നത്. അപ്പൊ ഈ ഹൈ സെക്യൂരിറ്റി സോണിലൊക്കെ കയറുമ്പോൾ അതിൻ്റെതായ മര്യാദ ഉത്തരവാദിത്വം പാലിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണെന്ന് തോന്നുന്നു, എനിക്ക് അവിടെ ഒന്നും നല്ല ഓർമ്മയില്ല, ഒരു സ്ഥലത്ത് ഇതുമാതിരി വിദ്യാർത്ഥികളുടെ കല്ലിന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോയി. അന്നൊരു മുകുന്ദൻ എന്നും പറഞ്ഞോണ്ടൊരു കോടതിയിൽ നിന്ന് നല്ലൊരു തലവർക്ക് കിട്ടിയ പ്രിൻസിപ്പലിന്റെ നോബലില്ലാതെ അകത്ത് കയറി. അപ്പൊ എന്താ കോടതി പറഞ്ഞതെന്ന്, എവിടെ പ്രശ്നങ്ങളുണ്ടോന്ന് തീരുമാനിക്കേണ്ടത് അപകടാവസ്ഥ തീരുമാനിക്കാനാണ് പോലീസുള്ളത്, പ്രിൻസിപ്പൽ അല്ലാതെ. അതുപോലെ ഒരു ഹൈ സെക്യൂരിറ്റി സോൺ അല്ലേ അവിടെ ചെന്ന് അതിന്റെ പേപ്പർ അവിടെ നേവൽ ബേസിന്റെ എന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു സൈക്കിൾ എടുത്ത് പോകാവുന്ന ദൂരമുള്ളൂ. നേവൽ ബേസിന്റെ അവിടെ തന്നെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹൈ സെക്യൂരിറ്റി സോൺ, പ്രവേശിക്കരുത്, ഞാൻ ചെയ്യരുത്, ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ക്ലാസ് എടുക്കണം, അവിടെ അവരുടെ സെക്യൂരിറ്റി ചെക്കപ്പ് വെടിവെക്കാൻ ഉത്തരവ് നൽകിയിട്ടില്ലെന്നല്ലേ ആഭ്യന്തരമന്ത്രിയും? പെല്ലൊക്കെ ആകട്ടെ, ഇനിയിപ്പോ ഞാൻ ആ മറ്റേ ചങ്ങാതി ഇപ്പൊ കിടപ്പിലായ ഒരാൾ പറഞ്ഞു കൂട്ടും അതിന് ശക്തമായിട്ടുള്ള ഭാഷയിലും എല്ലാം പറയും. പെല്ലറ്റല്ല, അത് അങ്ങനത്തെ സ്ഥലത്തേക്ക് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി ഒരു രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റിയെ തന്നെ പ്രധാനമന്ത്രിയല്ല ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിയെ പോലും ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചങ്ങായിമാര് വന്നത്. അന്ന് ഇവിടുത്തെ പത്രങ്ങൾ ഒന്നോട്ട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പത്രങ്ങളുടെ കാര്യം ഞാൻ പിന്നെ ആ പത്രങ്ങളുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ താങ്കളെ റിലേ കക്ഷി ഏവന്റെ മുഖം മാത്രമാണ് കാണിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയെ. ഞാനൊരു ഫോട്ടോ വാട്സപ്പിലിട്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങളെ പത്രപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട് നല്ലത്. ഒരു വനിതാ പോലീസിന്റെ ഗർഭശിബിരം വന്നിട്ടുണ്ട്, അവരുടെ പെൺകുട്ടി അതിന്റെ പെട്ടിട്ട്. ശരി, അങ്ങയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നതുകൊണ്ടാണ്. ഏതായാലും അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത് വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അനന്തു പ്രസാദ്, CJP പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് സ്റ്റുഡൻസ് പോലീസുകാർക്ക് ഒരുപോലെ ആക്രമിച്ചിട്ടുണ്ട്, സെൽഫ് ഡിഫെൻസിൽ 2 കൂട്ടരും പരിക്കേറ്റു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം what Rajan Nilambur says is correct. Forest Department killed 3 people in Karnataka. His party is ruling there. Nice finding എന്ന് എന്നോട് ശ്രീമതി സൗമ്യ പറയുന്നു. അതെ, 3 പേർ അത് വേട്ടയ്ക്ക് ഇറങ്ങിയവർ ഞാൻ അങ്ങനെയാണ് ഞാൻ വായിച്ചത് പത്രത്തിൽ, എനിക്ക് വായിച്ചറിവേ ഉള്ളൂ. അതായത് മൃഗവേട്ടയ്ക്ക് ഇറങ്ങിയ ആളുകളെ തേടിയാണ് ഫോറസ്റ്റുകാർ പോയത്. അപ്പോൾ ഫോറസ്റ്റുകാർക്ക് നേരെ അവർ ആക്രമിച്ചപ്പോൾ തിരിച്ച് ഒരു ജീവൻ രക്ഷാർത്ഥം തിരിച്ച് വെടിവെച്ചു എന്നാണ് അവരുടെ ഒരു പ്രതികരണം. ഇതാണ് കാര്യം. ഏതായാലും അത് സംബന്ധിച്ച് ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ടതാണ്. അതിൽ രാഹുൽ ഗാന്ധി പോയില്ല എന്ന പിന്നെ ശ്രീ രാജൻ നിലമ്പൂരിൻ്റെ പ്രതികരണത്തെ ശ്രീമതി സൗമ്യ അംഗീകരിക്കുന്നു. വലിയ ദുരന്തം നടന്നപ്പോൾ സൗമ്യ ബാംഗ്ലൂരുള്ളതുകൊണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. വലിയ ദുരന്തം നടന്നപ്പോൾ മോദി വന്ന് ഉമ്മ കൊടുത്തതല്ലാതെ വേറെന്ത് ചെയ്തു എന്ന് ജയകുമാർ എന്നോട് ചോദിക്കുന്നു. രാജൻ നിലമ്പൂരിൻ്റെ പ്രതികരണത്തോട് എ കൃഷ്ണൻകുട്ടി യോജിക്കുന്നില്ല. KC വേണുഗോപാലിനെയും ത്രിമൂർത്തി കുടുംബത്തെയും ഒഴിവാക്കിയാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി നന്നാവൂ എന്നാണ് ശ്രീമതി ശാന്തകുമാരിയുടെ പ്രതികരണം. സുനിൽ ജോസഫ് എന്നോട് ചേർന്നിരിക്കുന്നു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുനിലിനും ഓണാശംസകൾ നേരുന്നു. ബാബുരാജൻ കാഞ്ഞിരപ്പുഴ എവിടെയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നിരിക്കുന്നു. ഇന്ത്യയുടെ അടിത്തറ നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഗാന്ധി കുടുംബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്കതിന് കഴിയില്ല. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്കത് കാണാം എന്ന് ശ്രീ ബാബുരാജൻ കാഞ്ഞിരപ്പുഴ എന്നോടൊപ്പം ചേരുകയും പറയുകയും ചെയ്തു. ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
പായ്മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം കൊല്ലത്തുനിന്ന് ശ്രീമതി ജയ ചേരുന്നുണ്ട്. ശ്രീമതി ജയ, തുടരെ ആളുകൾ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ശ്രീമതി ജയയെ പോലെ ഒരാളെ. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഒരു പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കാര്യമില്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ. ശ്രീമതി ജയയ്ക്ക് എന്താണ് അത് സംബന്ധിച്ചുള്ള ഇതിനുള്ള ഒരു മറുപടി എന്താണ്? നമസ്കാരം മനു. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ്. ചേച്ചിയും ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കാനായിരിക്കും അല്ലേ? തുടങ്ങിയോ? ഉറപ്പായിട്ടും നമ്മള് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇതിനെല്ലാം വെച്ച് സദ്യ അങ്ങ് ഒരുക്കിയാൽ മതി. ആണോ? പുത്തൻ കുപ്പായം ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അല്ലേ? പിന്നെ അതൊക്കെ ഒരു മാസത്തിന് മുന്നേ മേടിച്ചു. മനു വാങ്ങിച്ചോ? ഞാൻ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിലൊന്ന് നോക്കണം. ഇപ്പം ഭയങ്കര തിരക്കല്ലേ, കുറച്ച് ദിവസം മുന്നേ മേടിക്കാൻ ചെയ്യുന്നത്. അത് കുറെ കൂടി ഓഫറുകൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ എന്നാ ശരി. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരാളിനെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ഒരു സമ്പാദിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല. എന്തു പറഞ്ഞാലും പുള്ളിയുടെ മണ്ടയ്ക്ക് കയറല ഈ സംഘികളുടെ ലക്ഷണം. ഈ സംഘികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഭയങ്കര വിവരവും വിവരക്കേടും എല്ലാം ഉള്ള ആളുകളാണ്. അവരെന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. പുള്ളിയെ കുറിച്ച് അങ്ങനൊന്നും ഒരാൾക്കും പറയേണ്ടെന്ന് ഒരാവശ്യമില്ല. അച്ഛനും അച്ഛമ്മയും ഒക്കെ മരിച്ച് എന്താ പറയുന്നത് വെടിവെച്ച് മരിച്ചതാ. ഇപ്പൊ ഒരാള് പറയുന്നത് പുള്ളിയേം കൂടെ കൊല്ലണമെന്ന്. അതൊക്കെ ശരിയാണോ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്ത് വിവരക്കേട് കാണിച്ചു? രണ്ടുപേര് പാർലമെന്റിന്റെ വാതിൽ വരെ വന്നിട്ട് 16 ദിവസം പാർലമെന്റിനകത്ത് കയറിയില്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ടവര്. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വോട്ട് ചെയ്ത് കയറ്റി ഇരുത്തിയതല്ലേ അവർക്ക് ഓരോ പൊസിഷനും കൊടുത്ത്. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. തന്നെയല്ല, അദ്ദേഹത്തിന് കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നല്ല ഉന്നതി നിൽക്കുന്ന ആളാണ്. മറ്റുള്ള ആൾക്കാരെ പോലല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം ഇതിനെതിരെ പ്രതികരിക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പം വിളിക്കും, പക്ഷെ എനിക്ക് കിട്ടത്തില്ല. പിന്നെ ഇവിടെ ഒരു BJP കാരൻ ഇരിക്കുന്നോണ്ട് എന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അത് വിളിക്കണ്ടെന്നും പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും അങ്ങനൊന്നും പറയാൻ പാടില്ല, ഇയാളെ കൂടെ എങ്ങനെങ്കിലും നമുക്ക് ഒന്നെങ്കിൽ അങ്ങ് ശരിയായേനെന്ന്. അങ്ങനെയാണോ? നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? നമുക്ക് ജനാധിപത്യമുള്ള രാജ്യമല്ലേ ഇത്? പുള്ളി പ്രതിപക്ഷ നേതാവാണ്. പുള്ളിക്ക് പറയാനുള്ളത് പറയും. അതെന്താ പറയേണ്ടതെന്ന് എങ്ങനെ പറയണമെന്ന് മറ്റുള്ള ആൾക്കാരല്ല തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയ വെച്ച് അദ്ദേഹം പറയും. കേൾക്കാനുള്ളവര് കേട്ടാ മതി, മനസ്സുള്ളവര് കേട്ടാ മതി. അതിന് പുള്ളിയും കൂടെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ. ശരി, കൃത്യമാണ്. ഇപ്പം ശ്രീമതി ജയയുടെ പ്രതികരണം. അപ്പോൾ ഭർത്താവിനോടും എൻ്റെ ഓണാശംസകളൊക്കെ അറിയിക്കണം. ഞാനിന്ന് ജയ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അഡ്വാൻസ് ഓണാശംസകൾ. ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ എന്നോടൊപ്പം പിന്നെ അപ്പോൾ ഈ 2 മിനിറ്റ് ഗ്യാപ്പ് വേണം ഒരു കമൻ്റ് ഇടാൻ. മനു സാർ ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതെന്താണോ സുനിൽ കമൻറ്റിന് ഗ്യാപ്പ്? മനു എന്നെ പൊതുവേദിയിൽ നിന്ന് പുറത്താക്കിയ പോലെ തോന്നുന്നു, ഒരു കമൻറ്റും വായിച്ചില്ല, ഇനി ഞാൻ പൊതുവേദിയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല. ശശിധരൻ പിള്ള അവിടെ ഇരുന്ന് എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്.
ശ്രീ ശശിധരൻ പിള്ളയുടെ കമൻറ്റുകൾ ഞാൻ ഒരു ഘട്ടത്തിലും വായിക്കാതെ ഇരിക്കാറില്ല. ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ഇത് ചില ആളുകളുടെ ഇപ്പോൾ ശ്രീ ശശിധരൻ പിള്ള, സദാശിവൻ നായർ, അതുപോലെ മുരളീധരൻ നായർ തുടങ്ങിയ ആളുകളുടെ MN മുരളീധരൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കമൻറ്റുകൾ ഞാൻ ഇവരൊക്കെ എവിടെ, ബാബുരാജ് കാഞ്ഞിരപ്പുഴ ഇങ്ങനെയുള്ളതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് സംഘികൾ മാത്രമല്ല എന്ന് ശ്രീമതി ശാന്തകുമാരി പറയുന്നു. അത് പാറക്കുളം തോമസ് നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പാറക്കുളം തോമസിന് എൻ്റെ ഓണാശംസകൾ. മോൻസാക്ക് എന്നോട് ചോദിക്കുന്നത് ഇതിലെന്താണ് പുതുമ, രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ മുതലെടുപ്പാണല്ലേ, അപ്പോൾ രാഹുൽ ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാനിത് ആക്റ്റീവ് ആക്കുന്നുണ്ട് കമൻറ്റ് ബോക്സ് എന്ന് പിന്നെ എന്നോട് സുനിൽകുമാർ പറയുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് എന്തിനാണ് ഒരു ഹൈക്കമാൻഡ്? കോൺഗ്രസ് പാർട്ടിക്ക് AICC പ്രസിഡന്റ് ഇല്ലേ? അദ്ദേഹം സ്വന്തമായി പ്രവർത്തിച്ചാൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ നിയന്ത്രിച്ച് പാർട്ടി നന്നാക്കാൻ കഴിയുമെന്ന് സദാശിവൻ നായർ എന്നോട് പറയുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം hit was sprayed by common people in Rajasthan today on cockroach party. All cockroaches were running. The game begins എന്നാണ് ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നത്. ഡൊണാൾഡ് ഡക്ക് ആളുകളെ ആക്രമിക്കുന്നതൊന്നും ശരിയല്ല. അത് ഹിറ്റടിക്കുക, അത് പ്രതിഷേധത്തെ നമ്മൾ അവർ പറയുന്നതും കൂടി കേൾക്കാന്നേ. അതാണ് ഞാനിപ്പോൾ അത് ഏത് പാർട്ടിക്കാരനാണെന്നുള്ളത് കൊണ്ടല്ല, ആളുകളെ ആക്രമിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുക. ദാസൻ കണ്ണൂരിൽ നിന്നോടൊപ്പം ശ്രീ ദാസനെയൊക്കെ കണ്ടിട്ട് കാലങ്ങളായി. മനോ കുറേയായി വിളിക്കാതെ. നമസ്കാരം. അപ്പോൾ ശ്രീദാസന് എൻ്റെ നാട്ടുകാരൻ വേറൊരാള് പൊതുവേദിയിൽ വരും, നാരായണൻ. അദ്ദേഹം പുള്ളിയെ ഞാൻ അറിയില്ല. പുള്ളിയെ ഞാൻ നാരായണനോട് പറഞ്ഞേ ഞാൻ ശ്രീകണ്ഠപുരത്ത് ചെമ്മന്തൊട്ടിയാന്ന് പറഞ്ഞേ. ചെമ്മന്തൊട്ടി മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഞാൻ താമസിക്കുന്നത്. നാരായണ മണികൾ പരിചയപ്പെട്ടത്. നാരായണ ചേട്ടനെന്തായിട്ട് തോന്നുന്നു വർത്താനം കേൾക്കുമ്പോ. മനു, ഞാനിപ്പോ കാര്യമായിട്ട് ഞാൻ പിടിക്കണ്ടെന്ന് വിചാരിച്ചത്. പ്രേക്ഷകരിങ്ങനെ ഇടയ്ക്കെല്ലാം പറയുന്നത് കേൾക്കലുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഞാനിപ്പോ 4:30 മണിക്ക് അവിടെ വിളിച്ചെത്തിയത്. ഞാൻ വന്നപാട് ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടോ, വളരെ വളരെ മോശമായ വാക്കാണ്. അത് കടപ്പ് രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കൊല്ലപ്പെടുന്നെന്ന് പറയുമ്പോൾ അയാൾ കടപ്പ് രോഗിയായാലും ഒരു അത്ഭുതവുമില്ല. ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ എന്ത് തോന്നാത്ത അയാൾ പറഞ്ഞേ. പിന്നെ 33 ആളെ കണ്ണു കുത്തിപ്പറ്റി. ഞാനും അടിയന്തരാവസ്ഥ കാലം മുതൽ കൃത്യമായി രാഷ്ട്രീയം അറിയുന്ന ആളാണ്. ഞാൻ ഇതുവരെ കേട്ടില്ല അങ്ങനെ സംഭവം. രാഹുൽ ഗാന്ധി നിർബന്ധ ബന്ധങ്ങൾ നടത്താൻ കേട്ടിട്ടുണ്ട്, പക്ഷേ 33 ആളെ കണ്ണു കുത്തിപ്പറ്റി ഞാൻ കേട്ടില്ല. അതുകൊണ്ട് അയാളോട് പറയണം, ഇങ്ങനത്തെ ഭാഷ ഒരു മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഏത് ശത്രു ആയിക്കോട്ടെ. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ വിമർശകനാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ പാർട്ടി നയിക്കാൻ ഒരു കഴിവ് കുറവാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഈ പ്രിയങ്ക ഗാന്ധി ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും കൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പൊ ആ പ്രേക്ഷകൻ പറഞ്ഞത് ഏറ്റവും തെറ്റായി പോയി. ഒരിക്കലും പറയാൻ പാടില്ല മനുഷ്യനെ പറ്റി. അയാൾ പറയണം ഇനി എപ്പോഴും വിളിക്കുന്ന ക്ഷമ പറയാൻ പറയണം. പ്രത്യേകിച്ച് കടപ്പ് രോഗിയായ ഒരു മനുഷ്യനല്ലേ അയാൾ എന്ന് തോന്നാത്ത അയാൾ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ അവിടെ ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ശ്രീദാസൻ നമ്മുടെ പൊതുവേദി ചേർന്ന്. മൈക്കിൾ എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ മൈക്കിൾ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഈ ഇന്നത്തെ സംഭവവികാസം ഇതേ നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും പ്രതികരിക്കാനുള്ള ശേഷിയുള്ള ആളാ, പ്രതികരിക്കുകയും ചെയ്യാം. അത് രാഹുൽ ഗാന്ധി എന്നോ വേറെ ഗാന്ധി എന്നോ അല്ലെങ്കിൽ മൈക്കിൾ എന്നൊന്നുമില്ല, എല്ലാവർക്കും പ്രതികരിക്കാം. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ ഉത്തരം പറയണം. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒളിച്ചിരുന്നത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നതാ. അവനൊക്കെ ഒരു വാക്ക് പറയാനില്ല. പിന്നെ എവിടെയാ ചോദിക്കേണ്ടത്? അതിലാണ് ഈ പൊതു സ്ഥലങ്ങളിൽ തെരുവിൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ മറുപടി കിട്ടിയാൽ ആളുകൾ തെരുവിൽ ഇറങ്ങത്തില്ല. അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇനി കാണാൻ പോകുന്നത്, വലിയ ഭൂതമാണ് കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കാൻ ആളുണ്ട് ഈ നാട്ടില്. പലരും പേടിച്ചിരിക്കുകയായിരുന്നു. പേടിപ്പീര് കാണിച്ച് ഈ ഓലപ്പാമ്പിനെ പേടിപ്പീര് കാണിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒന്നും ഇരിക്കില്ല. ആളുകൾ തെരുവിലിറങ്ങും. നമ്മുടെ നാട് മുഴുവൻ ഇത് വലിയ പ്രതിഷേധമായി മാറും. ഇവര് നമുക്കറിയാലോ കൊറോണ സമയത്ത് പാട്ട കൊട്ടാൻ പറഞ്ഞേ ആ രീതിയിലുള്ള പരിപാടിയൊക്കെ അങ്ങ് കൈ വെച്ചിരിക്കത്തേ ഉള്ളൂ. ആരും ആയിക്കോട്ടെ, പ്രതികരിക്കുന്നവര് പ്രതികരിക്കും. ശരി, വ്യക്തമാണ്. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും ശ്രീ മൈക്കിൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ കണ്ണൻ നായർ എന്നോട് പറയുന്നു, രാജ്യത്ത് ഒത്തും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ക്രിക്കറ്റ് ചെയ്യുന്നു, അതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് പരിഹസിക്കുന്നു. സദാനന്ദൻ നായർ ഒരു ചെറിയ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് കുറേ കൂടി സഭ്യമായ ഭാഷയിലാണെങ്കിൽ വായിക്കാമായിരുന്നു. അത് കുറച്ചൊരു അൺപാർലമെൻ്ററി ആയിപ്പോയി. അങ്ങനെ ചെയ്യരുത് സദാനന്ദൻ നായർ. പൊതുവേദിയിൽ നമ്മൾ അങ്ങനെയല്ല. ജയകുമാർ ശ്രീമതി ജയ കൊല്ലത്തെ അഭിനന്ദിക്കുന്നു, കറക്റ്റ് പ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ മോൺസാക്കും ശ്രീമതി ജയ കൊല്ലം പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ BJPക്കാരൊക്കെ അവരെ കണ്ടു പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ശ്രീമതി ജയ കൊല്ലത്തിനോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നത് പ്രതിപക്ഷ നേതാവ്, അതായത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഷുഡ് ആക്ട് ആൻഡ് ബിഹേവ് മെച്യൂർലി എന്ന് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പാർലമെൻറ്റിൽ എന്ത് ചെയ്തു എന്നൊക്കെയാണ്, രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നാണ്. അവിടെ ബഹളം വെക്കൽ മാത്രമായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിൻ്റെ പരിഹാസം. ഇതൊക്കെ കുറേ കൂടി സഭ്യമായ ഭാഷയിൽ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ അല്ലേ രാഹുൽ ഗാന്ധി, അപ്പോൾ അദ്ദേഹത്തെ ആ പേര് തന്നെ വിളിച്ചാൽ നമുക്കത് അങ്ങനെ പ്രതികരിക്കാൻ ശീലിക്കാത്ത എന്താണ്? നമ്മളെ ആളുകളെ ഒരു അസഭ്യം പറയുന്നതിൽ ഇങ്ങനെ സന്തോഷം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൃഷ്ണകുമാർ, നമ്മൾ ഒരു പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയാമല്ലോ, എന്തിനാണ് അത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? അതൊരു രസമുള്ള കാര്യമല്ല. നമ്മുടെ പൊതുവേദി കുറേ കൂടി നിലവാരത്തിലുള്ളതാണെന്ന് അങ്ങ് കൂടി മനസ്സിലാക്കണം. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡി. പ്രത്യേകതയുണ്ട്, ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശ്രീ രമേഷ്, അദ്ദേഹത്തിന് എന്തോ അന്തംകമ്പി എന്നൊക്കെ ആരെയും വിളിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ശ്രീ രമേഷ് അങ്ങേക്ക് പറയാനൊന്നും പ്രതികരിക്കാനൊന്നുമില്ല? ആളുകളെ അസഭ്യം പറയുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പേരിട്ട് വിളിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലേ? അപ്പോൾ രാജ കണ്ണൻ നായർ എന്നോട് പറയുന്നു, ഇവിടെ വിദ്യാർത്ഥി സമരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് പോലീസ് മർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. സിന്ധു ജോയിയെ ആരും മറന്നിട്ടില്ലല്ലോ എന്ന് കരുതുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷ് പരിപ്പായി പറയുന്നു, ഞാനൊരു CPM കാരനാണ്, എങ്കിലും രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞത് മോശമായി എന്ന് പറയുന്നു. അത് പലരും ആ ഒരു പ്രയോഗം ശരിയായില്ല എന്ന് ഒക്കെയുള്ള നിലപാടുള്ളവർ. ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, നമസ്കാരം. നമസ്കാരം. ഇതൊന്നുമല്ല സാർ, വരുന്നുണ്ട്. ഇനിയൊക്കെ തെരുവിലിറങ്ങുന്ന, പാർലമെന്റിൽ മറുപടി കിട്ടുന്നില്ല. അമിത്ഷാ മോദി ഓടി ഒളിച്ചിരിക്കുക. അപ്പൊ ഇവരിറങ്ങട്ടെ തെരുവിലിറങ്ങി കാണിക്കട്ടെ തീമ്പ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രശ്നത്തിലെല്ലാം പാർലമെന്റിൽ സംസാരിക്കാതെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന പറയുന്നത്. തെരുവിലിറങ്ങി അക്രമം ഉണ്ടാക്കട്ടെ. ആ അക്രമം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ നേരിടാനുള്ള ശേഷിയുമുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ ബാലകൃഷ്ണൻ വടകരയോട് ഒരു നിഷ്പക്ഷമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അല്ലല്ല, വെല്ലുവിളി വേണ്ട. ഞങ്ങൾ തെരുവിൽ ഇറങ്ങുവാണെങ്കിൽ കാണാൻ പോകുന്ന ആളുകളൊന്ന് അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രവർത്തിച്ച് കാണിക്കട്ടെ. അതൊക്കെ ശരി, അതൊക്കെ അവര് നിങ്ങളുടെ രാഷ്ട്രീയം, അവര് പ്രതിഷേധിക്കും, നിങ്ങൾ നേരിടും, മന്ത്രിമാർ രാജിവെക്കും, നിങ്ങൾ പലരും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് നേരെ 300 പെല്ലറ്റ് വെച്ച് വെടിവെച്ചാൽ അയാൾക്ക് ഒരു പരാതി കൊടുക്കാനുള്ള അവകാശമില്ലേ ബാലകൃഷ്ണൻ? ഇല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ സാറോട്, ദയവായിട്ട് കേൾക്കുക. പിന്നെ അങ്ങ് ചോദിക്കുന്നില്ല. വിദ്യാർത്ഥി സമരം വിജയിപ്പിച്ചത് CJP അല്ലേ? ഏതാ? CCJP, കോക്രോച്ച് ജനതാ പാർട്ടി. CJP അല്ല. അപ്പോ ആ CCJP ആണ് ഇത് ജയിപ്പിച്ചത്. അവർക്ക് ഈ ആവശ്യം, അവർ ഈ വിദ്യാർത്ഥിയെ എങ്ങനെ മൃഗീയമായി തലത്താറ്റതും കണ്ണുപൊട്ടിയൊന്നും അവർ കണ്ടിട്ടില്ലായിരുന്നോ? അവരും കണ്ടിട്ടുണ്ട്. അവരെന്തേ പ്രതിഷേധിക്കാതെ? അവരുടെ ആവശ്യങ്ങളിൽ എന്തേ അത് വെക്കാതിരുന്നത്?
ഇപ്പൊ ഇത് എവിടുന്ന് അല്ല, വന്നു? ആവശ്യത്തിലില്ലേ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നതിൽ നടപടി എടുക്കണമെന്നുള്ള അവരുടെ ആവശ്യത്തിലില്ലേ? പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആണ്, എടുക്കൂന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പെല്ലറ്റ് ആക്രമണവും കണ്ണു പോയിന്നും ഹൃദയത്തിന് അതാണല്ലോ ഇപ്പൊ സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെച്ചിട്ടുള്ള ഹൈ പവർ കമ്മീഷൻ. വെച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകട്ടെ, രാഹുൽ ഗാന്ധി പ്രതിഷേധിച്ചോട്ടെ. പക്ഷെ പിന്നെ ഞങ്ങൾ തെരുവിലിറങ്ങും, ഇതൊന്നുമല്ല ഇനി കാണാൻ പോകുന്നതാണ്, ബോംബ് പൊട്ട് പുലി വരുന്ന കാണിക്കട്ടെ എന്ന്. പിന്നെ ഈ ഞാൻ ചോദിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ വടകര, ഈ രാജസ്ഥാനിൽ അശുതോഷ് റാൻഗയും ഒക്കെ അവിടെ ചെന്നല്ലോ, അവരെയൊക്കെ സ്കൂൾ കാണാൻ പോകുമ്പോൾ അടിച്ചോടിച്ചത് ശരിയാണോ ബാലകൃഷ്ണൻ വടകര? അല്ല, അടിച്ചോടിച്ചത് നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇരിക്കുക, എനിക്ക് അവിടുത്തെ എല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ന്യൂസ് 18 രാജസ്ഥാനൊക്കെ ഉണ്ടല്ലോ. അല്ല, വീഡിയോ അങ്ങനെ പലതും ഉണ്ട്. അത് അങ്ങനെ വല്ലവരും എടുത്ത് അയക്കുന്നതല്ല. ന്യൂസ് 18 രാജസ്ഥാനിലെ എല്ലാ ഗ്രാമത്തിലും റിപ്പോർട്ടർമാരുണ്ട്. കേരളത്തിൽ ദേശീയ ചാനലാ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അടിച്ചു ഓടുന്നതിന്റെ വിഷയം ഞാൻ ഇടുന്നത് ഇപ്പോൾ അവിടെ എടുത്ത്. അല്ല, അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഈ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഭീമത്തിനെ പറയുന്നേ, ഞങ്ങൾ ഇതൊന്നും അല്ല, തെരുവിൽ ഇറങ്ങിയിട്ട് പബ്ലിക് സംഘടിക്കും, ഇവരെ കൂടെ സംഘടിക്കുമെങ്കിൽ അവർ സംഘടിപ്പിക്കട്ടെ എന്ന്. അതാണ് യഥാർത്ഥം ശരി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് ധിക്കാരായി പോയിന്നുള്ളൂ, സംസാരത്തിന് ശേഷം ധിക്കാരപരമായി പോയിന്നുള്ളൂ. ഇവർ തെരുവിലിറങ്ങി പബ്ലിക്കിനെയാണ് കൂടെ കൂട്ടേണ്ടത്. ശരി, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഇപ്പൊ എനിക്ക് സമയക്കുറവ് കൊണ്ടാണ്. നാലാളെ ഒപ്പിച്ചു കൂട്ടുവാൻ ഈ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ? സാധിക്കില്ല സാർ. 2014 മുതൽ 3 തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞു. ഓരോ സമയത്തും പറഞ്ഞ ബോംബ് പൊട്ടും വലിയ കൊടുക്കാ ചടിക്കുന്ന. ശരി, വ്യക്തമാണ്. മനോജ് എന്നോടൊപ്പം ചേർന്ന് പത്തനംതിട്ട. മനോജ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം, സമയം തീർന്നു. മനോജ്, ഓക്കെ, മനോജിന് ടെലിഫോൺ കട്ടായി. അപ്പോൾ കൃഷ്ണകുമാർ എന്നോട് പറയുന്നു, പാറ്റ സമരത്തിൽ മോഡിയെ പറഞ്ഞ വൃത്തികേടിനെ ഇവിടെയുള്ള ഏതെങ്കിലും നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്നാണ്. ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതിൽ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അനന്തു പ്രസാദ് എന്നോട് പറയുന്നു, CJP പ്രൊട്ടസ്റ്റ് ടെററിസ്റ്റിനെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. ചെമ്പനിസം എന്നോട് പറയുന്നു, ലോകം അവന് അവസാനിക്കാറായി. എൻ്റെ പൊന്നെ, എൻ്റെ ചെമ്പനിസം ലോകം അവസാനിക്കാറായിരുന്നു. എന്ത്, ഞാൻ ഞെട്ടിപ്പോയി. രാജൻ, അപ്പോൾ ജനാധിപത്യത്തിൽ ശ്രീകോവിലിൽ നിന്ന് ഒളിച്ചോടിയ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറ്റി ആരും ഒന്നും പറയുന്നില്ല, വല്ലതും പറയുന്ന രാഹുലിനെ എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്നാണ് മോൻസാക്ക് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ മനു, വ്യൂവേഴ്സ് ആർ അൺപാർലമെൻ്ററി ലാംഗ്വേജ് അഗൈൻസ്റ്റ് LOP ബിക്കോസ് ഹി ബിഹേവ്സ് ലൈക്ക് എ കിഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ കുട്ടികളെ അധിക്ഷേപിക്കാറുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അന്നും കോൺഗ്രസ് ഭരണകക്ഷിയായ കേന്ദ്രത്തിലുണ്ട്, അന്നൊന്നും ഒരു പ്രതിഷേധക്കുറിപ്പ് പോലും പുറത്തിറക്കിയില്ല. ഇപ്പോൾ നാടകവുമായി രംഗത്ത് വരുന്നു എന്നൊക്കെയാണ് ശ്രീ രാജൻ കണ്ണൂരിൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്ക് ജയകുമാർ തംസപ്പൊക്കെ ഇടുന്നതാണ്. ഞാൻ പറഞ്ഞ എന്തോ കാര്യം വലിയ തോതിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും അതാണ് അവിടുത്തെ ഒരു പ്രതികരണം. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചൊരു ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ ഇതൊരു ജനകീയ ഇടപെടലാണോ അതൊരു രാഷ്ട്രീയ നാടകം എന്നുള്ളൊരു ആരോപണമുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ 48% ആളുകൾ അതൊരു രാഷ്ട്രീയ നാടകമാണെന്ന നിലപാടിൽ എത്തുന്നു. അതേസമയം 52% ആളുകൾ അത് രാഷ്ട്രീയ നാടകം അല്ല, അത് യഥാർത്ഥമായ ഒരു ജനകീയ ഇടപെടലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും വിദ്യാഭ്യാസം രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരോപണങ്ങളുണ്ടാകാം, പ്രത്യാരോപണങ്ങളുണ്ടാകാം, രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടാകാം. അതൊക്കെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അധ്യാപകരുടെ ആവശ്യങ്ങൾ, സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ മാറേണ്ടതാണ്. അതൊക്കെ ഒരുമിച്ച് അതിനുവേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്. പരീക്ഷാ ക്രമക്കേടുകൾ കറുതി വരുത്താനും മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കാനും കുട്ടികൾക്ക് തുല്യമായ വിദ്യാഭ്യാസ അവസരം ലഭിക്കാനുമൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. പ്രതിഷേധങ്ങളുണ്ടാകാം, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, അതിൻ്റെ സൗകര്യങ്ങൾ ഒക്കെ ശക്തിപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. അതാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ ഞാനുണ്ടാകും, വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.